കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയെയും ഭർത്താവിനെയും അന്വേഷിച്ചാണ് പോലീസ് സംഘം എത്തിയത്. അതിനിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, പാർട്ടി നേതാക്കളുമൊക്കെ വല്ലാതെ വലച്ചൊരു കേസാണ് ഈ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ കേസ്. ഇപ്പോൾ അന്വേഷണ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. മറുവശത്ത് പെൺകുട്ടി സഹായത്തിനായി മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്ത് നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളതാണല്ലേ ഏവരും ഉറ്റുനോക്കുന്നത്. ശ്രീജ, കുംഭമേള വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള പോക്സോ കേസിലാണ് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയെയും ഇവരുടെ ഭർത്താവിനെയും കണ്ടെത്തുന്നതിന് വേണ്ടി പല അന്വേഷണങ്ങളും പോലീസ് സംഘം നടത്തിയിരുന്നു. ഇവർ തൃക്കാക്കരയിലും ആലുവയിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടിയെയോ ഭർത്താവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് പെൺകുട്ടി ഇന്നലെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരിക്കുന്നത്. സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കത്ത് ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കമ്മീഷണർ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു. എന്തിനാണ് ഈ പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന കാര്യം അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് കമ്മീഷണർ ഇന്നലെ പ്രതികരിച്ചത്. പോലീസിന്റെ അതായത് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് വലിയ സഹായമൊന്നും തന്നെ മധ്യപ്രദേശ് പോലീസ് സംഘം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ ഇന്നലെ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നും കൊച്ചിയിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെയും ഇവരുടെ ഭർത്താവിൻ്റെയും മൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മധ്യപ്രദേശ് പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ അവർ എറണാകുളം ജില്ലയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിക്കും ഇവരുടെ ഭർത്താവിനും താമസിക്കുന്നതിന് വേണ്ടി സൗകര്യം അടക്കം ഒരുക്കി കൊടുത്തിരുന്ന ഇവരുടെ ഒരു സുഹൃത്തിനെ പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു. ഇയാളിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾക്കും ഇപ്പോൾ ഇവർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും പോലീസിനുമായി പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയുടെ ഭർത്താവിന് മെയ് മാസം 20-ാം തീയതി വരെ ഇവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവടക്കം കാണിച്ചുകൊണ്ടാണ് ഏതായാലും ഇന്നലെ പെൺകുട്ടി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഈ കത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന നീക്കം, അല്ലെങ്കിൽ കേരള പോലീസ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, രേഖകൾ പ്രകാരം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരിക്കുന്നത്. ഇതിന് നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പെൺകുട്ടി ഇവർ ഹാജരാക്കിയിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ള ഒരു വിശദീകരണം. ഈ കേസിൽ നേരത്തെ ഉത്തർപ്രദേശ് പോലീസും പിന്നീട് മധ്യപ്രദേശ് പോലീസും കേസ് എടുത്തതിന് പിന്നാലെ തന്നെ കേരള പോലീസും സമാന്തരമായിട്ട് അന്വേഷണം നടത്തിയിരുന്നതാണ്. ഏതായാലും നിലവിലിപ്പോൾ മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. ശ്രീജ. ശരി കിരൺ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിൽ തുടരുന്നു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു കിരൺ കുമാർ.